പ്രൈസ് ദി ലോർഡ്. പൗലോസ് തീമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 6 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണ്ണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. പൗലോസ് തീമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായത്തിലെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇത് ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. അതിൽ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ അല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ അതിൻ്റെ ശരിയായിട്ടുള്ള വാക്ക് നൗ ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ എന്നാണ്. അപ്പം അതിനകത്ത് കണ്ടൻമെൻ്റ് എന്നുള്ള വാക്കാണ് ഈ ബൈബിളിൽ അലംഭാവം എന്നുള്ള മലയാള പരിഭാഷ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്ലേഷൻ മറ്റേ KCBCയുടെ ബൈബിളിലുണ്ട്. റോമൻ കത്തലിക്സിൻ്റെ ബൈബിളിൽ ശരിയായ രീതിയിൽ അതിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അപ്പോൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് കണ്ടൻമെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ 2 വാക്കുകളാണ് അതിനകത്ത് നമുക്ക് 6-ാം വാക്യത്തിൽ ചിന്തിക്കാനായിട്ടുള്ളത്. ഒന്ന് കണ്ടൻമെൻറ്റും മറ്റൊന്ന് ഗോഡ്ലിനെസ്സും. കണ്ടൻറ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം സംതൃപ്തി എന്നാണ്, സംതൃപ്തരാവുക എന്നുള്ള അർത്ഥമാണ്. മറ്റൊരർത്ഥം ഉള്ളടക്കം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ എടുത്ത അർത്ഥം സംതൃപ്തരാവുക എന്നുള്ളതാണ്. കണ്ടൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തി എന്നർത്ഥം. അതിലെ മറ്റൊരു വാക്കാണ് ദൈവഭക്തി എന്നുള്ളത്. അതിന് ഗോഡ്ലിനെസ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. ഗോഡ്ലിനെസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒബേയിങ് ആൻഡ് ലവിങ് ഗോഡ് എന്നുള്ളതാണ്. ലവിങ് ആൻഡ് ഒബേയിങ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നതിനാണ് ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്. ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വാക്യം അല്ലെങ്കിൽ ഈ 6-ാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം ശരിക്കും സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വളരെ ആദായം ആകുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ദൈവഭക്തി ഉണ്ട്, പക്ഷെ സംതൃപ്തി ഇല്ലാതെയാണ് പലരും ദൈവഭക്തി ഉള്ളവരായിട്ടിരിക്കുന്നത്. എന്താണ് ദൈവം തന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിലും നന്മകളിലും സംതൃപ്തരായി ദൈവഭക്തിയോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ അത് വളരെ ആദായകരമാണ് എന്നുള്ളതാണ് ഈ വാക്യത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത വാക്യങ്ങളിലൊക്കെ പൗലോസ് പറയുന്നത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്നുള്ളതാണ്. പിന്നെ പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയുമില്ല. സാധാരണ എല്ലാ മനുഷ്യരും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. ഇത് ബൈബിളിലെ വാക്യമാണെന്നുള്ള അർത്ഥത്തിലൊന്നല്ല സാധാരണക്കാർ അത് ഉപയോഗിക്കുന്നത്. 8-ാമത്തെ വാക്യമാണത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ആ ഒരു വാക്യം
അല്ലെങ്കിൽ ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് സംഭാഷണത്തിലൊക്കെ പറയാറുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്നതുമില്ല. 7ാമത്തെ വാക്യമാണ്. അപ്പോൾ ജനിക്കുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല, മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിനകത്ത് നല്ല സംതൃപ്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതാണ്, ദൈവത്തെ അനുസരിക്കുന്നതാണ്. ദൈവഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. കുർബാനയുള്ള സഭകളിലെല്ലാം അവരുടെ ഏറ്റവും വലിയ ദൈവ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന തന്നെയാണ്. പക്ഷെ കുർബാന ഇല്ലാത്ത മറ്റേ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് സഭകളിലെല്ലാം അവരുടെ സ്നേഹം ഗാനം ആലപിച്ചും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും വചനം ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സാക്ഷ്യം പറഞ്ഞുകൊണ്ടുമൊക്കെ അവർ ആരാധന നടത്താറുണ്ട്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവഭക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു ഭയം. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അനുസരിക്കുക എന്ന് പറയുമ്പോൾ, ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം, ദൈവകൽപ്പനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ദൈവഭക്തർ എന്ന് പറയുന്നത്. മറ്റൊരു വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് മതഭക്തി എന്നുള്ളതാണ്. ആ മതഭക്തിയും ദൈവഭക്തിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മതഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കടുകിട വ്യത്യാസമില്ലാതെ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അത് ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിനാണ് മതഭക്തി എന്ന് പറയുന്നത്. അവർ ആ മതത്തോടുള്ള ഭക്തി അവരെ പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. അത് എല്ലാ മതങ്ങളിലും ആ മതഭക്തരായ ആളുകളുണ്ട്. ദൈവഭക്തി എന്ന് പറയുന്നത് അതല്ല. ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തെ അനുസരിക്കുന്നതുമാണ്. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിലുള്ളതിനേക്കാൾ വളരെ ക്ലിയറായിട്ട്, വളരെ ലളിതമായിട്ട്, ഉപമകളിലൂടെയും ചില സംഭാവ്യ വികാസങ്ങളിലൂടെയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയൊക്കെ കർത്താവായ യേശുക്രിസ്തു കൽപ്പനകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനകളെല്ലാം അനുസരിക്കുക എന്നുള്ളതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ദൈവഭക്തിയുള്ളവരായി ഇരുന്നാൽ, അതായത് ആ ദൈവഭക്തിയുടെ മുൻപ് ഉണ്ടായിരിക്കേണ്ട ഒരു കണ്ടീഷനാണ് സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി. പലർക്ക് ദൈവഭക്തി ഉണ്ടായിരിക്കും, ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരിക്കാം, ദൈവത്തെ അനുസരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അവരുടെ മനസ്സിനകത്തൊരു സംതൃപ്തി ഉണ്ടാവില്ല. ആ സംതൃപ്തി എന്ന് പറയുന്നത് ഈ ദൈവഭക്തി നല്ല രീതിയിലാകുന്നതിന്, അല്ലെങ്കിൽ അതൊരു ആദായകരമായി തീരുന്നതിന്, ഒരു ഗെയിനായി മാറുന്നതിന് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് പൗലോസ്ലീഹ ഈ ഭാഗത്തുകൂടെ നമ്മളെ പഠിപ്പിച്ച് തരുന്നത്. പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതുന്ന ഒരു ലേഖനമാണ് നമ്മൾ ഒന്നാമത്തെ ലേഖനത്തിൽ, 2 ലേഖനം എഴുതിയതിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ്ലീഹ പറയുന്നത് 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ഒന്ന്, ദൈവകൃപ വേണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണം. അതുപോലെ ദൈവത്തിൽ നിന്നുള്ള സമാധാനം നമുക്ക് വേണം. കൃപ എന്ന് പറയുന്നത് ഫേവറാണ്. നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതെ തന്നെ നമ്മളോട് ഒരാൾ ഒരു ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടം കാണിക്കുക, ഒരു താല്പര്യം കാണിക്കുക, നമ്മളോടൊരു സ്നേഹം കാണിക്കുക, അതാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപയ്ക്ക് നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മളോട് കാണിക്കുന്ന ആ ഫേവറിനെയാണ് കൃപ എന്ന് പറയുന്നത്. ദൈവകൃപ എന്ന് പറയുന്നത് നമുക്കറിയാം,
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനോടനുബന്ധിച്ച് ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം. അത് അഭിസംബോധന ചെയ്യുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനമെന്നാണ്. അപ്പം ദൈവകൃപ കന്യക മറിയാമിന് ലഭിച്ചു, ദൈവത്തിൻ്റെ സമാധാനവും ലഭിച്ചു എന്നുള്ളതാണ്. കൃപ എന്നുള്ള മലയാള വാക്കിൻ്റെ ഇംഗ്ലീഷിൽ ഗ്രേസ് എന്നുള്ളതാണ്. അപ്പോൾ ദൈവകൃപ, ദൈവമേ എന്നോട് കൃപയുണ്ടായിരിക്കണമേ എന്ന് നമ്മളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ദൈവകൃപ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. ദൈവത്തിൽ നിന്നുള്ളായ ഒരു ഫേവർ, ഒരു സ്നേഹം, ഒരു താല്പര്യം, അതായത് നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ആ കൃപയിലാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ട് പറയുന്നത്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവമേ നീ എന്നോട് കൃപയുള്ളവനായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പല ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലെ ഈ കൗമ നമസ്കാരത്തിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ ഞങ്ങൾ ബ്ലസ് ചെയ്യണം ദൈവമേ. അത് അതിന് ആ ബ്ലെസ്സിങ്ങിന് ഞങ്ങൾ യാതൊരു യോഗ്യതയുള്ളവരല്ല, പക്ഷേ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ബ്ലസ് ചെയ്യണം, അവിടുന്ന് കൃപ തോന്നി ഞങ്ങളെ ബ്ലസ് ചെയ്യണം എന്നുള്ളതാണ് ആ ഭാഗത്ത് നമസ്കാരങ്ങളിൽ ചൊല്ലുന്നത്. മറ്റേ സഭകളിലുള്ള പ്രാർത്ഥനകളിലൊക്കെ തന്നെ കൃപ എന്നുള്ള വാക്ക് വളരെയധികം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കൃപ എന്നുള്ളത് ദൈവത്തിന് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമുക്ക് തരുന്നതാണത്. നമുക്ക് യോഗ്യതയില്ലെങ്കിലും ദൈവമേ നീ എന്നോട് കൃപയുള്ളവനായിരിക്കണമേ, ദൈവമേ നീ എന്നെ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ എന്നുള്ള തോന്നൽ നമ്മുടെ ആ ഒരു പ്രാർത്ഥന നമ്മുടെ എപ്പോഴും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം കരുണ എന്നുള്ളതാണ്. അതായത് പൗലോസ്ലീഹ ഈ തീമോഥെയോസിനോട് പറയുന്നത് ദൈവത്തിൽ നമുക്ക് കരുണയുണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. കരുണ എന്ന് പറയുന്നത് മേഴ്സി എന്നാണ് ഇംഗ്ലീഷിൽ വാക്കായി, ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് കരുണ എന്നുള്ളത് മേഴ്സി എന്നുള്ളതാണ്. കരുണ എന്ന് പറയുന്നത് നമ്മൾ ഒരു ശിക്ഷയ്ക്ക് അർഹരായിരിക്കുമ്പോൾ ആ ശിക്ഷ നമ്മൾക്ക് നൽകാതെ ആ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനാണ് കരുണ എന്ന് പറയുന്നത്. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ ദൃക്സാക്ഷികളുടെ അടിസ്ഥാനത്തിലോ ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലോ ഒക്കെ നമ്മളൊരു ശിക്ഷ ഏറ്റുവാങ്ങാൻ അർഹരായി തെറ്റ് ചെയ്ത ഒരവസ്ഥയിൽ ആ ശിക്ഷ നമുക്ക് നൽകാതെ രക്ഷിക്കുന്നതിനാണ് കരുണ എന്ന് പറയുന്നത്. കരുണ എന്നുള്ള വാക്ക് ദൈവത്തോടെ എപ്പോഴും നമ്മൾ ചോദിക്കണം, ദൈവമേ നീ എന്നോട് കരുണയുണ്ടായിരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും നമ്മളെ ജീവിതത്തിൽ മൊത്തം ഉണ്ടായിരിക്കണം. ആ കരുണ എന്നുള്ളതിനെ സുറിയാനി വാക്കിൽ ഉള്ള ഒരു വാക്കാണ്. ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽ അവരെപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കുറിയേലായിസോൺ. ദൈവമേ നീ എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് കരുണയുള്ളവനായിരിക്കണമേ. ആ കരുണ എന്നുള്ളത് കുറിയേലായിസോൺ എന്നൊക്കെ അനേക പ്രാവശ്യം പറയുന്ന പ്രാർത്ഥനകളാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലും അതുപോലെയുള്ള ഓർത്തഡോക്സ് സഭകളിലൊക്കെയുള്ള ആ വാക്ക്. അതിന് സമാനമായ വാക്കുകൾ മറ്റ് സഭകളിലൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം കരുണ എന്നുള്ളതാണ്. ശിക്ഷയ്ക്ക് അർഹനാണ് ഞാൻ, പക്ഷേ ശിക്ഷയില്ലാതെ ഇളവ് ചെയ്ത് എൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയ്ക്കാണ് കരുണ എന്ന് പറയുന്നത്. മൂന്നാമത് പൗലോസ്ലീഹ ഈ തീമോഥെയോസിനോട് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. സമാധാനം എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണ്. പലരും എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, എനിക്ക് സമാധാനമില്ല. അവരവരുടെ ജീവിതത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒന്നിലും അവർക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റാതെ വരികയും മനസ്സ് വല്ലാതെ ആകുലപ്പെടുകയും ചഞ്ചലപ്പെടുകയും കലങ്ങുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നതിനാണ് സമാധാനമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമാധാനം നമുക്ക് തരുന്നത്
ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നിട്ടുള്ള ഒരു വാഗ്ദാനമാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ദൈവിക സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥായിയായ സമാധാനമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ലാത്ത സമാധാനമാണ്. നമ്മുടെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. ആ സമാധാനം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പം 3 കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന്, കൃപയുണ്ടായിരിക്കണം കർത്താവേ, ദൈവമേ, കരുണയുണ്ടായിരിക്കണമേ, ദൈവിക സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണം. പീസ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക് സമാധാനത്തിൻ്റെ. എൻ്റെ ഡിക്ഷണറിയിലുള്ള അർത്ഥം ഇങ്ങനെയാണ്: ക്വയറ്റ്, റെസ്റ്റ്, കാം. അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് ഒരു വിദ്യാഭ്യാസമുള്ള ആളുകൾക്കൊക്കെ അറിയാം. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലലുമില്ലാതെ സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയാണ്. ചിന്തകളിലുമില്ല, ശരീരത്തിലുമില്ല, ഒരു അസ്വസ്ഥതയുമില്ലാതെ സ്വസ്ഥമായിരിക്കുന്നതിനാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാന്തമായിരിക്കുന്നതിനെയാണ്. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുക, നമ്മുടെ ചുറ്റുപാടുകൾ ശാന്തമായിരിക്കുക, നമ്മുടെ ഭവനത്തിൽ ശാന്തത ഉണ്ടായിരിക്കുക, നമ്മൾ ഇടപെടുന്ന ആളുകളുമായിട്ട് ശാന്തമായിട്ട് ഇടപെടുക. അതാണ് ക്വയറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാം എന്ന് പറഞ്ഞ വാക്കും അത് തന്നെയാണ്. കാം ആൻഡ് കൂൾ. ചില വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അയാൾ വളരെ കാം ആൻഡ് കൂളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പുള്ളിയുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താനോ കലക്കി മറിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. വളരെ ഇരുത്തം വന്ന സ്വസ്ഥമായ സമാധാനമുള്ള ഒരു മനസ്സിനാണ് കാമായിട്ട് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് നേടേണ്ടതായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ കൃപ വേണം കർത്താവേ, നമുക്ക് കൃപ വേണം. 2ാമത് കരുണ വേണം. 3ാമത് ദൈവിക സമാധാനം വേണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുകയാണ്, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാകും. അപ്പം നമ്മൾ ദൈവഭക്തനായിരിക്കുന്ന സമയത്ത് സംതൃപ്തിയുള്ളവരായിരിക്കാറില്ല. എല്ലാവർക്കും ഇന്ന് ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അസംതൃപ്തരാണ് എല്ലാവരും. ഈ സംതൃപ്തിയുടെ ബേസ് എന്താണെന്ന് പിന്നെ പൗലോസ് പറയാണ്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അതായത് നമുക്ക് കഴിക്കാൻ ഭക്ഷണവും നഗ്നം മറയ്ക്കാൻ വസ്ത്രവും ഉണ്ടെങ്കിൽ മതി എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഭാരതീയമായ കൺസെപ്റ്റിൽ ഒരു വാക്ക് കൂടി അതിനകത്തുണ്ട്, റോട്ടി കപ്പട മക്കാൻ. റോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം, കപ്പട വസ്ത്രം, മക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഷെൽട്ടർ, ഒരു വീട് എന്നുള്ളതാണ്. പക്ഷെ അത്രയും 3ഉം വേണ്ട, 2 മതി എന്നാണ് പൗലോസ് പറയുന്നത്. ഉണ്ടെങ്കിൽ ആ ബേസിലായിരിക്കണം നമ്മൾ സംതൃപ്തരാകുന്നത്. അതാണ് അതിൻ്റെ ബേസ്മെൻറ്റ്. സംതൃപ്തിയുടെ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്മാനം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം മുട്ടാതിരിക്കുക, ദാരിദ്ര്യമില്ലാതിരിക്കുക, പട്ടിണി കിടക്കാതിരിക്കുക, നഗ്നത മറയ്ക്കാൻ വസ്ത്രമില്ലാത്തൊരവസ്ഥയിലായിരിക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സംതൃപ്തരായിരിക്കണമെന്നുള്ളതാണ്. ആ സംതൃപ്തിയാണ്, ആ സംതൃപ്തിയിൽ നിന്നാണ് ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. ഈ സംതൃപ്തി നമുക്ക് മനസ്സിനകത്ത് ഇല്ലെങ്കിൽ, സ്വസ്ഥമായൊരു മനസ്സ് നമുക്ക് ഇല്ലെങ്കിൽ, അസംതൃപ്തമായൊരു മനസ്സാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തകരാറില്ല. അസംതൃപ്തരാണെങ്കിൽ, ജോലി ചെയ്യുമ്പോൾ അസംതൃപ്തരാണെങ്കിൽ, കച്ചവടം ചെയ്യുമ്പോൾ അസംതൃപ്തരാണെങ്കിൽ, മറ്റ് മേഖലകളിലൊക്കെ അസംതൃപ്തരാണെങ്കിൽ, കൃഷി ചെയ്യുമ്പോൾ അസംതൃപ്തരാണെങ്കിൽ നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് സംതൃപ്തി എന്നുള്ളത് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി. അപ്പോൾ ദൈവത്തിനോട് പരാതി പറയുന്ന അവരുടെ അപ്പുറത്തെ വീട്ടിൽ വലിയ കാറുണ്ട്, അവർ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, ഞാൻ ചെറിയൊരു വീടാണ്, എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്, അത്ര സൗകര്യങ്ങളില്ല, അതിനേക്കാൾ സൗകര്യങ്ങളുള്ള വീട്ടിലേക്കാണ് അടുത്ത വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഇങ്ങനെയുള്ള പരാതികളും അവലാദികളുമായി നടക്കുന്ന അനേകം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളൊരു അവലാദിയും പരാതിയൊന്നും പാടില്ല.
നമ്മളെ മനസ്സെപ്പോഴും സംതൃപ്തമായിരിക്കണം. സംതൃപ്തിയോടുകൂടി ദൈവഭക്തരായിരുന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എല്ലാം ആദായകരമാവും. ഗെയിനാണ് പിന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. ദൈവം നമുക്ക് തരാനായിട്ട് തുടങ്ങും, അനുഗ്രഹങ്ങൾ നൽകാനായിട്ട് തുടങ്ങും, ദൈവകൃപ ധാരാളമായിട്ട് നൽകാനായിട്ട് തുടങ്ങും, ദൈവത്തിൻ്റെ കരുണ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കാനായിട്ട് തുടങ്ങും, ദൈവിക സമാധാനം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം വലിയ വിജയകരമായി മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വാക്യത്തിൽ കൂടി ഒരു സ്ത്രീ പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയില്ല. അത് വളരെ വളരെ നഗ്നമായ സത്യം എന്ന് പറയാറ്, അതൊരു സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എല്ലാ ആളുകളും ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാൻ ഞാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയുമില്ല എന്ന് പറയുന്ന ആ ഒരു രീതി, അത് ഈ പറഞ്ഞ ബൈബിളിലുള്ള ഒരു വാക്യമാണ്. അത് ആ ബൈബിൾ വാക്യമാണെന്ന് അറിയാതെയാണ് പലരും പറയുന്നത്. ഏതായാലും അത് ബോധ്യം നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കും. ഈ കാണുന്നതെല്ലാം എനിക്ക് ദൈവം തന്നതാണ്, ഞാനൊന്നും കൊണ്ടുവന്നതല്ല. ഈ കാണുന്നതെല്ലാം ഇപ്പം എൻ്റെ പേരിലും എൻ്റെ ഉടമസ്ഥയിലുമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാനായിട്ട് കഴിയുക. ആ ബോധ്യം ഇല്ലാത്ത ആളുകൾ പലപ്പോഴും പലതരത്തിലുള്ള കെണികളിലും അകപ്പെടും. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എന്നുള്ള രീതിയിൽ പല മോഹങ്ങൾക്കും ഇരയായിത്തീരും. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇപ്പം നമ്മളെ എത്ര ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ പോയി ടി വി വന്നതിന് ശേഷം പല കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോടതിയിലൊക്കെ നിൽക്കുന്നത് കാണാൻ. നല്ല കഴിവുള്ള ചെറുപ്പക്കാർ, നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ, നല്ല സൗന്ദര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, എന്താ അവർ ചെയ്തത്? അവരെ കള്ളവാറ്റ് നടത്തി, കഞ്ചാവ് കച്ചവടം നടത്തി, മറ്റു തരത്തിലുള്ള തെറ്റായ രീതിയിൽ പെട്ടെന്ന് പണം സമ്പാദിക്കുന്ന രീതിയിൽ കാറ് കളവ് നടത്തി, മോട്ടോർ സൈക്കിൾ കളവ് നടത്തി, കള്ളനോട്ട് അടിച്ച് വിതരണം ചെയ്തു. എല്ലാവിധമായ തെറ്റിലേക്കും പോയി പണമുണ്ടാക്കാമെന്നുള്ള ആഗ്രഹത്തിൽ പോവുകയാണ് മനുഷ്യൻ. അത് സകലവിധ ദോഷത്തിന് കാരണമായി തീരും. അങ്ങനെ ദോഷത്തിന് കാരണമായി തീരുമ്പോൾ ആ വ്യക്തികളുടെയൊക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ ഒന്നുകിൽ ജയിലിലേക്ക് പോകും. ജയിലിൽ പോയാലും അവരുടെ ജീവിതം പിന്നീട് ഒക്കെ നാശത്തിലേക്ക് പോകും. തിരിച്ചു വരവില്ല. പിന്നെ അവരുടെ ജീവിതം അതോടുകൂടി നാശത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ പൗലോസ് പറയുന്നത്, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന ബഹുദുഃഖങ്ങൾക്ക് അതിനുണ്ടായിത്തീരുന്നു. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ള ദിവ്യാഗ്രഹം മൂലം ആളുകളെല്ലാം വഴിതെറ്റിപ്പോയി പലവിധമായ ദുഃഖങ്ങളിലേക്ക്. അവസാനം അവരുടെ ജീവിതം അവർ ജയിലിലൊക്കെ കിടക്കുന്ന സമയത്ത് അവർ തന്നെ ചിലപ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കും. അപ്പോൾ എന്തൊക്കെ അവസരങ്ങളാണ് ദൈവം തന്നത്, പക്ഷെ അതൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ പലവിധമായ രീതിയിൽ അത് തെറ്റായ വഴിയിൽ ഉപയോഗിച്ച് അതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരികയും വളരെ ദുഃഖം മനസ്സിലേക്ക് തോന്നുകയും ചെയ്യും. അപ്പം നമ്മുടെ ഈ വചനങ്ങളൊക്കെ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കും. സംതൃപ്തി എന്നുള്ള വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തന്നതിൽ സംതൃപ്തിപ്പെടുക, ദൈവം നൽകിയതിൽ സംതൃപ്തിപ്പെടുക. ദൈവം നമുക്ക് അവസരങ്ങൾ നൽകും. ആ അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരാനുള്ള സന്ദർഭങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നേരായ മാർഗത്തിലൂടെ വളരുവാനായിട്ട് ശ്രമിക്കുക. തെറ്റായ മാർഗത്തിലൂടെ വളരാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം അപ്പാടെ തകർന്നു പോകും. കുറച്ച് നാളുകൾ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ജീവിതമുള്ളൂ, 70-80 വർഷം മാത്രം, അതല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 100 വരെയൊക്കെ ആയെങ്കിലും ഉണ്ടാകും. പക്ഷെ ആ കാലഘട്ടത്തിനകത്ത് പല കാര്യങ്ങളും ദൈവം നമ്മളെ ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തുകയും ആ കാര്യങ്ങളൊക്കെ നേരായ മാർഗത്തിൽ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് സംതൃപ്തിയോടുകൂടി നല്ല ദൈവഭക്തരായി നിന്ന് ജീവിക്കണമെന്നുള്ളതാണ് ഈ ഭാഗത്തിൽ കൂടെ, ഈ വചനങ്ങളിൽ കൂടി
പൗലോസിലെ തീമോഥെയോസിനോട് പറയുന്ന ഭാഗങ്ങളാണ് അതൊക്കെ നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. ആ വചനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു വാക്ക് പോലും മാറ്റി വയ്ക്കാവുന്നില്ല. എല്ലാം വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. ജീവിതത്തെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതായിട്ട് വരും. അല്ല, ആ വഴിക്കൊന്നല്ലല്ലോ ഞാൻ പോയത്, ഞാൻ അസംതൃപ്തനായിരുന്നു, ഞാൻ ദൈവഭക്തനായിരുന്നില്ല, ഞാൻ ദ്രവ്യാഗ്രഹം അധികം ഉള്ള വ്യക്തിയായിരുന്നു, പലവിധമായ തെറ്റുകളിലേക്കും വീണുപോയി, പലവിധമായ തകർച്ചകളിലേക്കും പോയി, അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിത്തീർന്നു എന്ന് നമ്മൾ അങ്ങനെ ഖേദിക്കാനായിട്ട് ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവ വചനങ്ങളാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് ഇടയായത്. കണ്ടൻറ്റ്മെൻ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ സംതൃപ്തി, ഗോഡ്ലിനെസ് എന്നുള്ള വാക്ക് ദൈവഭക്തി. ഗോഡ്ലിനെസ് എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുന്നതാണ്. നമ്മുടെ കാലഘട്ടം വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. കോവിഡിനെ കുറിച്ചുള്ള ഒരു ചിത്രവും നമുക്കിപ്പോൾ മനസ്സിലാക്കില്ല. ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് തീവ്രമായ ശ്രമം എല്ലാ ശാസ്ത്രജ്ഞന്മാരും നടത്തിക്കൊണ്ടിരിക്കുക. 700 കോടി ജനങ്ങൾ ഉള്ള ഈ ലോകത്തിൽ വൈറസ് കണ്ടുപിടിച്ചാൽ തന്നെ 700 കോടിയിലേക്ക് അത് എത്തിക്കണം. അതിനും സമയമെടുക്കും. കണ്ടുപിടിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല രോഗങ്ങൾക്കെതിരെയും ദൈവം പല രീതിയിലുള്ള മരുന്നുകളും വാക്സിനുകളും ഒക്കെ മനുഷ്യന് കൂടി ദൈവം നൽകിയിട്ടുണ്ട്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ആൻറ്റിബയോട്ടിക്സ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അനേകം പട്ടാളക്കാർ മുറിവുകൾ പറ്റി ഉണങ്ങാതെ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഒരു മരുന്നുമില്ല. മുറിവുകളെല്ലാം പഴുത്ത് വ്രണമായി, മുറിവുകളൊന്നും ഉണങ്ങാതെ കരിയാതെ കിടക്കുന്ന സമയത്ത് ഈ കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക്സ് അവരിലെ ഉപയോഗിച്ചു. പെൻസിലിൻ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആൻറ്റിബയോട്ടിക്സിൽ. പെൻസിലിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്ന് അവരിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേ അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും മുറിവുകളെല്ലാം കരിയുകയും ചെയ്യാനായിട്ട് ഇടയായി. അനേകം വാക്സിനുകൾ നമുക്കറിയാം. ലൂയി പാസ്റ്റർ വിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സ്മോൾ പോക്സ്, പസൂരിക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചു. ഇപ്പം നമുക്കിപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിനായിരുന്നു പോളിയോ വാക്സിൻ, അതായത് ഓറൽ വാക്സിനാണ്. എത്രയോ ആളുകൾ ഈ പോളിയോ ബാധിച്ച് കൈകാലുകളൊക്കെ മുരടിച്ച് കൈകാലുകളൊക്കെ തളർന്നിട്ടുള്ള അവസ്ഥയിലുണ്ടായിരുന്നു. ഇന്ന് ലോകത്തിൽ നിന്ന് തന്നെ പോളിയോ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് ആ രോഗത്തെ തന്നെ തുടച്ചു മാറ്റി. പുതിയ തലമുറയിൽ നമുക്ക് അത്തരം ആളുകളെയൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ എല്ലാ രോഗത്തിനും, എല്ലാ വൈറസിനും, എല്ലാ ബാക്ടീരിയയ്ക്കും എതിരായിട്ട് ദൈവം ശാസ്ത്രജ്ഞന്മാരിൽ കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി തന്നിട്ടുണ്ട്. ഈ കൊറോണ വൈറസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ദൈവം അത് ചെയ്തു തരും നമുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിരോധ മരുന്ന് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് അസംതൃപ്തിപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. സംതൃപ്തിയോടുകൂടി ദൈവഭക്തരായിരുന്ന് നേട്ടം ഉണ്ടാക്കാനായിട്ടുള്ള ഈ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുന്നതാകണമെന്ന്.